ഈ അമേരിക്ക ഇപ്പോൾ പറഞ്ഞേക്കുന്ന ഇറാനുമായിട്ടുള്ള ബന്ധം ഇന്ത്യ ഉപേക്ഷിക്കണമെന്നാണ്. അങ്ങനെയും കൂടെ ഈ അടുത്ത സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് ഇറാൻ അകന്ന് നിൽക്കണം എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെനസ്വേല, ഇറാൻ, അതുപോലെ തന്നെ റഷ്യ ഈ ഈ ഓയിൽ ഡീലുകൾ മുഴുവൻ നടന്നിരുന്നത് ഡോളർ അല്ലാത്ത നോൺ ഡോളർ ആയിട്ടുള്ള ക്യാഷ് വെച്ചിട്ടാണ്. അപ്പോൾ വെനസ്വേല പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വെനസ്വേലയിൽ ഉണ്ടാക്കിയിരുന്ന പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓയിലിൻ്റെ ഏതാണ്ട് 5% മറ്റാണ് ചൈനയ്ക്ക് വിറ്റുകൊണ്ടിരുന്നതെന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അത് പേപ്പറിൽ കാണുന്ന ഒരു നമ്പർ മാത്രമായിരുന്നു. ചൈനയുടെ ഷാഡോ ഫ്ലീറ്റ്സ് ഉണ്ടായിരുന്നു. അവർ ഈ പറഞ്ഞ പോലെ വെനസ്വേലയിൽ നിന്ന് ഇത് ക്രൂഡ് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ അത് രേഖകളിലില്ലായിരുന്നു. അതിൻ്റെ മുഴുവൻ പേയ്മെൻറ്റും ഡോളറിൻ്റെ പുറത്തുള്ള കറൻസി വെച്ചിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. വെനസ്വേല ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചൈനയുടെ എനർജി റിക്വയർമെൻറ്റിൻ്റെ നല്ലൊരു ശതമാനം അവിടെ ബ്ലോക്കായി. പ്ലസ് അടുത്തത് ഇറാനിൽ കഴിഞ്ഞ പ്രാവശ്യം B-2 ബോംബർ വന്ന് ബോംബിട്ടിട്ട് ട്രംപിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു, ഞാൻ ബോംബിട്ടിട്ടുണ്ട്, ഇനി ഇറാൻ്റെ അടുത്ത് നിന്ന് എണ്ണ മേടിക്കുക കേട്ടോ ചൈന എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. ഇതിൻ്റെ മെയിൻ 1 ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചൈനയ്ക്ക് പോകുന്ന എണ്ണയുടെ ഒരു തോത് കുറയ്ക്കുക എന്നുള്ളതാണ്. അടുത്ത് റഷ്യയുടെ അടുത്തു നിന്നാണെങ്കിൽ പോലും സാങ്ഷനൊക്കെ കൊടുത്തിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് എഫക്റ്റീവായില്ല. ഇൻഷുറൻസും ബാക്കിയുള്ള സംഗതികളെല്ലാം കട്ട് ചെയ്ത് എപ്പോഴും സ്വന്തമായിട്ട് കപ്പലുള്ള ചൈന അവിടെ നിന്ന് പോയി സാധനം എടുക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ചൈനയുടെ വേറൊരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചൈനയ്ക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളുണ്ട്, ന്യൂക്ലിയർ ഇലക്ട്രിക് പ്രോജക്റ്റുകളുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇപ്പോഴും ചൈനയുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ നല്ലൊരു ശതമാനവും ഇത് ഓയിൽ വഴി ഉള്ള തെർമൽ അല്ലെങ്കിൽ ഡീസൽ പോലുള്ള ജനറേറ്റർ പോലുള്ള സോഴ്സുകളിൽ നിന്നാണ് ഇതെല്ലാം ഇലക്ട്രിസിറ്റിയിൽ നല്ലൊരു പങ്കും ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഓയിൽ ചൈനയിലേക്ക് ചെല്ലാതായി കഴിയുമ്പോഴത്തേക്കും ചൈന ഈസ് എ മാനുഫാക്ചറിങ് ഹബ്. അവരുടെ മാനുഫാക്ചറിങ് താഴോട്ട് പോകും, അവരുടെ എക്കണോമി താഴോട്ട് പോകും. ഇതാണ് മെയിൻ ഒരു ഉദ്ദേശം. ഈ ചൈനയെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു ഉദ്ദേശമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അറിയാലോ, റഷ്യയിൽ നിന്ന് നമ്മൾ ഓയിൽ മേടിക്കുന്നുണ്ടായിരുന്നു. ഓയിൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ ലോകത്തെ പെട്രോളിയം പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ രണ്ടാമത്തെ രാജ്യമായി മാറി. അമേരിക്ക കഴിഞ്ഞാൽ തൊട്ട് താഴത്തെ രാജ്യം ഇന്ത്യയായിരുന്നു. അങ്ങനെ ആ ഒരു സ്ഥിതിയിൽ നിൽക്കുന്ന സമയത്താണ് നമുക്ക് സാങ്ഷനും ഗ്രീക്ക് ഫ്ലീറ്റ് നമ്മളോട് ഇനി നമ്മളെ കൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് പറ്റില്ല എന്ന് പറയുകയും, കാരണം ലൂക്കോയിലിനും റോസ്നെഫ്റ്റിനും സാങ്ഷൻ അടിച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് ആ കമ്പനികളിൽ നിന്ന് ഗ്രീക്ക് ഫ്ലീറ്റ് വഴി ഇത് കൊണ്ടുവന്നാൽ ഗ്രീക്കുകാർക്ക് സാങ്ഷൻ വരും. പകരുമല്ലോ. ഈ സാങ്ഷൻ എന്ന് പറയുന്ന സാധനം പകരുന്ന ഇതാണ്, പകരുന്ന ഒരു അസുഖമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പകർച്ചവ്യാധി ഒഴിവാക്കാനായിട്ടാണ് ഗ്രീസ് ഇതിൻ്റെ അകത്തുനിന്ന് മാറുകയും നമുക്ക് വരുന്ന ഓയിലിൻ്റെ അളവിലൊരു ചെറിയ കുറവുണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ബേസിക് അവസാനമായിട്ട് കുഴിച്ച് ഇതിൻ്റെ അങ്ങ് അറ്റത്തോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും അവസാനം നിൽക്കുന്നത് ഡീഡോളറൈസേഷനിലാണ്. ഈ ഡീഡോളറൈസേഷനാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇവിടെ തകർക്കാൻ നിൽക്കുന്നത്. പക്ഷേ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയപ്പോഴാണ് റഷ്യ, ഇന്ത്യ, ചൈന എംബ്രിഡ്ജ് ഉണ്ടാക്കുന്നത്. എംബ്രിഡ്ജ് ഉണ്ടാക്കി ഇനി അടുത്ത് എംബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ പ്രോജക്റ്റാണ്. അതായത് കറൻസി ബാക്ക്ഡ് സ്റ്റേബിൾ കോയിനുകൾ, ബിറ്റ് കോയിൻ പോലെയുള്ള നമ്മൾ ഡിജിറ്റൽ റുപ്പി ഇറക്കിയായിരുന്നല്ലോ, അതുപോലെ ഡിജിറ്റൽ യുവാൻ ഉണ്ട്. അങ്ങനെ അതിനെയാണ് നമ്മൾ കറൻസി ബാക്ക്ഡ്, അതായത് ഒരു യുവാൻ്റെ ഡിജിറ്റൽ ബ്ലോക്ക് ചെയിനിലുള്ള ഒരു ഡിജിറ്റൽ കറൻസിയാണ് ഡിജിറ്റൽ യുവാൻ. ഈ ഇന്ത്യയുടെ ഡിജിറ്റൽ റുപ്പിയും അത് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കപ്പായിട്ട് ഗോൾഡ് വാങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് ഗോൾഡ് ഭയങ്കരമായിട്ട് മേളിലോട്ട് പോയി. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഗോൾഡ് ക്രാഷ് ആവുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ഇതിൻ്റെ മാർജിൻ കൂട്ടി. ഗോൾഡ് സിൽവർ മേടിക്കുന്നതിൻ്റെ മാർജിൻ അമേരിക്ക കൂട്ടി. അതായത് അതിൻ്റെ പലിശ, നമുക്ക് കടമെടുത്ത് ഗോൾഡ് മേടിക്കുന്നതിൻ്റെ പലിശ കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം ഓഫ് ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇത് ഭയങ്കരമായിട്ട് ക്രാഷ് ആയത്. അപ്പോൾ ഈ കറൻസി ബാക്ക്ഡ് സ്റ്റേബിൾ കോയിൻ്റെ ബാക്കപ്പായിട്ട് ഈ രാജ്യങ്ങളെല്ലാം എംബ്രിഡ്ജിനെ ഉണ്ടാക്കിയ സമയത്ത് ഈ രാജ്യങ്ങളെല്ലാം പ്ലഡ്ജ് ചെയ്തിരുന്നു. ഇതിൻ്റെ അകത്ത് മാക്സിമം വാല്യൂ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ഗോൾഡ് കൊണ്ടുവരും റിസർവായിട്ട്.
അങ്ങനെ ഗോൾഡ് ഇന്ത്യയും ചൈനയും ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഡോളറിൻ്റെ ബോണ്ടുകൾ വിറ്റഴിച്ചുകൊണ്ട് അതിന് പകരം ഗോൾഡ് മേടിക്കുകയായിരുന്നു ഇത്. അങ്ങനെയാണ് നമ്മുടെ കറൻസിക്ക് വാല്യൂ കൂട്ടാനായിട്ട് നമ്മൾ ശ്രമിച്ചത്. ചൈനയും അത് തന്നെയാണ് ചെയ്തത്. ഇതിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർട്ടേൽ ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗോൾഡിൻ്റെ മാർജിൻ അമേരിക്ക കൂട്ടുകയും ആ ഗോൾഡ് മാർക്കറ്റും സിൽവർ മാർക്കറ്റും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്രാഷ് ആയതും. അപ്പോൾ ആ ഒരു ഇതിനെ മറികടന്നുകൊണ്ട് ഇനി അടുത്തത് ബ്രിക്സിൻ്റെ ഒരു പുതിയ കറൻസി വരുന്നു, യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ സാധനം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഡീഡോളറൈസേഷൻ ഭയങ്കരമായിട്ട് കൂടും, അതിൻ്റെ തോത് കൂടും. ഈ എംബ്രിഡ്ജ് ആയിക്കോട്ടെ യൂണിറ്റ് ആയിക്കോട്ടെ രണ്ട് രീതിക്കാണ് ഡീഡോളറൈസേഷൻ ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ഈ പെട്രോ ഡോളർ എന്നുള്ളതിന് പകരം പെട്രോ റുപ്പി അല്ലെങ്കിൽ പെട്രോ യുവാൻ ആക്കി. അതായത് പെട്രോളിയം നമ്മൾ മേടിക്കുന്ന രൂപയിൽ, നമ്മൾ ഇന്ത്യ മേടിക്കുന്നത്, ഭാരതം മേടിക്കുന്നത് രൂപയിൽ ആക്കി. അപ്പോൾ ഇത് ഈ എംബ്രിഡ്ജ് എന്ന പ്രോജക്റ്റ് വഴി ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് റഷ്യയിലേക്ക് അതിൻ്റെ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എത്താനുള്ള ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അത് ബ്ലോക്ക് ചെയിൻ വഴിയാണ് ആ സാധനം പോകുന്നത്. നേരത്തെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്? സ്വിഫ്റ്റ് വഴിയായിരുന്നു. സ്വിഫ്റ്റ് എന്താണ്? അമേരിക്കയുടെ ഡോളർ ബാക്ക്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അതായത് നമ്മൾ ഇവിടുന്ന് റഷ്യയ്ക്ക് സ്വിഫ്റ്റ് വഴി പൈസ അയക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് ഈ സാധനം അമേരിക്കയിലെ ഒരു സെർവറിൽ ചെന്ന് അവർ അപ്രൂവ് ചെയ്ത് എന്നിട്ട് ഈ സാധനം റൂബിളായിട്ട് കൺവേർട്ട് ആയിട്ടാണ് റഷ്യയിൽ ആ പേയ്മെൻറ്റ് എത്തുക. അതായത് നടുക്ക് അവിടെയും അമേരിക്ക ഉണ്ട്, മനസ്സിലായില്ലേ? ഈ സാധനം മുഴുവൻ ശരിക്കും പറഞ്ഞാൽ അതായത് നമ്മൾ സ്വിഫ്റ്റ് വഴി ഏതൊക്കെ ട്രാൻസാക്ഷൻ നടത്തിയാലും അതിൻ്റെ ഒരു ഭാഗം അമേരിക്കയിൽ കൂടെയാണ് പോകുന്നത്. സ്വിറ്റ്സർലൻഡിലും പിന്നെ യൂറോപ്പിൽ ഒരു സെർവറും കൂടെ ഉണ്ടായിരുന്നു. ഈ 3 സെർവറിൽ കൂടിയാണ് മെയിനായിട്ടും പോകുന്നത്. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഡോളറാണ്. ഈ ഡോളറിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പെട്രോ ഡോളർ മാത്രമല്ല ഈ ഡോളർ ഡോമിനേഷൻ്റെ എന്താ പറയുക മെയിൻ കാരണം. അതിൻ്റെ അകത്ത് ഈ സ്വിഫ്റ്റും ഉണ്ട്. ആ സ്വിഫ്റ്റിനെ ഒഴിവാക്കി നമ്മൾ അതേസമയം പെട്രോ ഡോളറിനെയും ഒഴിവാക്കിയിട്ട് ബ്ലോക്ക് ചെയിൻ വഴിയാണ് ഈ എംബ്രിഡ്ജ് എന്ന് പറയുന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. യൂണിറ്റ് വന്നു കഴിയുമ്പോഴും അതിൻ്റെയും ഈ പറഞ്ഞ ഡോളറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിക്കാണ് ഈ സാധനം ട്രാൻസാക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് കുറച്ചുകൂടെ പ്രാന്താകാനാണ് ആണല്ലോ ആയിക്കൊണ്ടിരിക്കുന്നത്. അന്തം വിട്ട ട്രംപ് എന്തും ചെയ്യുന്നത് അതുകൊണ്ടാണ്.